ഹലോ, എല്ലാവർക്കും അഭിരാമി സോഷ്യോളജിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 സോഷ്യോളജിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. രണ്ടാമത്തെ ചാപ്റ്റർ ഏതാണ്? ടേംസ്, കൺസെപ്റ്റ്സ് ആൻഡ് ദെയർ യൂസ് ഇൻ സോഷ്യോളജി. അതായത് വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന് അടിസ്ഥാനമായിട്ട് ചില സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പങ്ങളും അവയുടെ പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് എന്ത് സോഷ്യോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് അടിസ്ഥാന സങ്കല്പങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആകെ 5 എണ്ണമാണ്. ഒന്നാമത്തത് സൊസൈറ്റി, സമൂഹം. 2 സോഷ്യൽ ഗ്രൂപ്പ്സ്, സാമൂഹിക ഗണം. 3 സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സാമൂഹിക ശ്രേണീകരണം. 4 സ്റ്റേറ്റസ് ആൻഡ് റോൾ, അതായത് പദവിയും ചുമതലയും. 5 സാമൂഹിക നിയന്ത്രണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് പഠിക്കാൻ പോകുന്നത് സൊസൈറ്റിയെ കുറിച്ചാണ്. ഓക്കെ, എന്താണ് സൊസൈറ്റി എന്ന് പറയുന്നത്? അതായത് വ്യക്തികൾ മാത്രം അടങ്ങുന്ന ഒന്നല്ല സൊസൈറ്റി, മറിച്ച് ചില പൊതു സാമൂഹിക ബന്ധങ്ങളും പൊതു സാമൂഹിക മേഖലകളും നിയമങ്ങളും മാനദണ്ഡങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണ് എന്ത് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള സൊസൈറ്റിയെ കുറിച്ച് പറയാം. ഹ്യൂമൻ സൊസൈറ്റി, 2 ആനിമൽ സൊസൈറ്റി. അപ്പം ഈ 2 സൊസൈറ്റിയും, ഹ്യൂമൻ സൊസൈറ്റിയും ആനിമൽ സൊസൈറ്റിയും. ഹ്യൂമൻ സൊസൈറ്റിയെ ആനിമൽ സൊസൈറ്റിയിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ചിന്തിക്കാനും സംസാരിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. പക്ഷേ മൃഗങ്ങൾക്ക് ആ കഴിവ് ഇല്ല. പക്ഷെ കോമൺ ആയിട്ട് നമുക്ക് ഈ 2 സൊസൈറ്റിയിലുമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മദേർലി ഇൻസ്റ്റിക്റ്റ് ആണ്. അതായത് മാതൃപരമായിട്ടുള്ള ഒരു ഇമോഷൻ എന്ന് പറയുന്നത് 2 സൊസൈറ്റിയിലും എന്താണ്, ഒരുപോലെയാണ്. അപ്പോൾ ഇത് സൊസൈറ്റിയെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സൊസൈറ്റി എന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ പറയാനുള്ളത്, സോഷ്യോളജിസ്റ്റുകൾ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് 2 രീതികളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് മൈക്രോ ഇൻറ്ററാക്ഷൻ. മൈക്രോ ഇൻറ്ററാക്ഷൻ. 2 മാക്രോ ഇൻട്രാക്ഷൻ. ഇത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യമാണ്. അപ്പം ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. മാത്രമല്ല എക്സാംസിനൊക്കെ 1 വേർഡിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, എന്താണ് മൈക്രോ ഇൻട്രാക്ഷൻ, എന്താണ് മാക്രോ ഇൻട്രാക്ഷൻ എന്നുള്ളത്. ഓക്കെ, മൈക്രോ ഇൻട്രാക്ഷൻ അതായത് ചെറിയ തോതിലുള്ള വ്യക്തികളുടെ സാമൂഹിക ഇടപെടലുകളെ കുറിച്ചുള്ള പഠനമാണ് എന്ത് മൈക്രോ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം, ആ ഒരു ബന്ധത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്, മൈക്രോ ഇൻട്രാക്ഷൻ ആണ്. ഓക്കെ, ഇനി മാക്രോ ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ മൈക്രോ ഇൻട്രാക്ഷന്റെ ഓപ്പോസിറ്റ്, അതായത് വൻതോതിലുള്ള വ്യക്തികളുടെ സാമൂഹിക ഇടപെടലുകളെ കുറിച്ചുള്ള പഠനമാണ് മാക്രോ ഇൻട്രാക്ഷൻ. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളുടെ സമൂഹത്തിൽ പുതിയ നിയമങ്ങളൊക്കെ വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ആ പുതിയ നിയമങ്ങൾ എങ്ങനെ ജനജീവിതത്തെ ബാധിക്കുന്നു എന്നുള്ള പഠനം എന്താണ്, അതായത് ഇത് ഒരു വലിയൊരു വിഭാഗം ജനങ്ങളെയാണ് ഇത് റിപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ മാക്രോ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മൈക്രോ ഇൻട്രാക്ഷൻ എന്താണ്, മാക്രോ ഇൻട്രാക്ഷൻ എന്താണ് എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു അല്ലെ? അപ്പൊ ഇനി നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രധാനപ്പെട്ട 2 സോഷ്യോളജിസ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവര് എങ്ങനെയാണ് സാമൂഹ്യ മാറ്റത്തെ കുറിച്ച് പഠനം നടത്തിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ആളാണ് കാൾ മാക്സ്. രണ്ടാമത്തെ ആള് ഇമായിൽ ദർക്കി. കാൾ മാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നതാണ് ക്ലാസ് ആൻഡ് ക്ലാസ് സ്ട്രഗിൾ അല്ലെ, വർഗവും വർഗസമരവും. അത് അദ്ദേഹത്തിന്റെ വലിയൊരു കോൺസെപ്റ്റ് ആയിരുന്നു അല്ലെ. കാൾ മാക്സ് ജർമ്മൻ ഫിലോസഫറും അതേപോലെ തന്നെ സോഷ്യോളജിസ്റ്റും കൂടിയാണ്. അദ്ദേഹം പറയുന്നത്, നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഭാഗമായിട്ട് സമൂഹത്തിൽ ക്യാപിറ്റലിസം നിലവിൽ വന്നു അല്ലെ, മുതലാളിത്തം. ഈ ക്യാപിറ്റലിസം നിലവിൽ വന്നതോട് കൂടിയിട്ട് 2 ക്ലാസുകൾ അവിടെ ഉണ്ടായി. ആ 2 ക്ലാസുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് ബൂർഷ, രണ്ടാമത്തത് പ്രോളിറ്ററിയേറ്റ്.
ബൂർഷ എന്ന് പറയുമ്പോൾ മുതലാളി വർഗം, പ്രോളിറ്ററിയേറ്റ് തൊഴിലാളി വർഗം. അദ്ദേഹം പറയുന്നത് ഈ വർഗങ്ങൾ തമ്മിൽ എപ്പോഴും സംഘർഷത്തിൽ ഏർപ്പെടുകയും അതേപോലെ തന്നെ ഈ സംഘർഷം പിന്നീട് മറ്റൊരു സാമൂഹ്യ മാറ്റത്തിലേക്ക് നയിക്കുന്നു എന്നാണ് ആര് പറയുന്നത്? കാൾ മാർക്സ് പറയുന്നത്. മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു ക്ലാസിന്റെ രീതിയിൽ മാത്രമല്ല, നോട്ട് ജസ്റ്റ് അബൌട്ട് ക്ലാസ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ലൈക്ക് നമ്മൾ കാസ്റ്റ് ബേസ്ഡ് ആയിട്ട് പ്രോബ്ലംസ് നടക്കുന്നു, അതേപോലെ തന്നെ ജെൻഡർ ബേസ്ഡ് കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്, എത്നിക് റേഷ്യൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് എന്താണ് പുതിയ സാമൂഹിക വ്യവസ്ഥകൾ അവിടെ ഉടലെടുക്കുന്നു എന്ന് പറയുന്നു. അതായത് വലിയൊരു സാമൂഹ്യ മാറ്റം തന്നെ അവിടെ ഉണ്ടാവുന്നു. ഇനി രണ്ടാമത്തെ ആളാണ് ഇമായിൽ ദർക്കീം. ഇമായിൽ ദർക്കീം അദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റിയിലൂടെ ആണ് സാമൂഹ്യ മാറ്റത്തെ കുറിച്ച് പറയുന്നത്. ഇമായിൽ ദർക്കീമിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റിയെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് നോക്കുക, കണ്ട് മനസ്സിലാക്കുക. അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയെടുക്കണം. ഓക്കെ. ഇനി രണ്ടാമത്തത് നമുക്ക് പറയാനുള്ളത് സോഷ്യൽ ഗ്രൂപ്പ്സ് ആണ്, സാമൂഹിക ഗണം. ഈ സോഷ്യൽ ഗ്രൂപ്പ്സിനെ കുറിച്ചും ഞാനൊരു വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട്. വളരെ വിശദമായിട്ട് എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്സ്, എത്ര തരം സോഷ്യൽ ഗ്രൂപ്പ്സുകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതും നിങ്ങൾ ജസ്റ്റ് നോക്കി പഠിക്കുക. ഓക്കെ. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണ് എന്നാണ്. എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സാമൂഹിക ശ്രേണീകരണം. അതായത് നമ്മളുടെ സമൂഹത്തിൽ എല്ലാവരും ഒരുപോലെയല്ല, അല്ലെ? ഇപ്പോൾ പണമുള്ള ആളുകളുണ്ടാവും, പണമില്ലാത്ത ആളുകളുണ്ടാവും, ഉയർന്ന ജാതിയിലുള്ള ആളുകളുണ്ടാവും, താഴ്ന്ന ജാതിയിലുള്ള ആളുകളുണ്ടാവും, അല്ലെ? അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ നമ്മളെ മനുഷ്യനെ ഈ ഒരു തൊഴിൽ, ലൈക്ക് പണം, പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ജാതി, ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ മനുഷ്യനെ വിവിധ തട്ടുകളിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം 4 തരത്തിലുള്ള സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തത് സ്ലേവറിയാണ്. 2 കാസ്റ്റ്, 3 ക്ലാസ്, 4 എസ്റ്റേറ്റ് സിസ്റ്റം. എന്താണ് സ്ലേവറി എന്ന് പറഞ്ഞാല്? സ്ലേവറി എന്ന് പറഞ്ഞാല് അടിമത്തം, അല്ലെ? ഒരുപാട് കാലം മുമ്പേ, അതായത് യൂറോപ്പിലൊക്കെ, മധ്യകാലഘട്ട യൂറോപ്പിലൊക്കെ ഈ ഒരു നമ്മൾ കറുത്ത വർഗ്ഗക്കാരെ അടിമകളാക്കി കൊണ്ടു നടന്നിരുന്നു. അപ്പൊ അതിനെയാണ്, അതായത് മനുഷ്യനെ അടിമകളാക്കി കൊണ്ടു നടക്കുന്നതിനെയാണ് നമ്മൾ സ്ലേവറി എന്ന് പറയുന്നത്, അടിമത്തം. രണ്ടാമത്തത് കാസ്റ്റ്. കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഉള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാസ്റ്റ് എന്ന് പറയുന്നത്. കാസ്റ്റിന്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് ജാതി ഉടലെടുത്തത് എന്നുള്ളത്, അല്ലെ? വർണ്ണ സിസ്റ്റത്തിൽ നിന്നാണ് നമ്മളുടെ കാസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. വർണ്ണ സിസ്റ്റം എന്താണ്? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ തുടങ്ങിയിട്ടുള്ള ആ ഒരു വിഭാഗം, ആ ഒരു ഇതാണ് എന്ത് വർണ്ണ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ബ്രാഹ്മണര് അധ്യാപന വൃത്തി മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അധ്യാപന വൃത്തിയും അതേപോലെ തന്നെ പൂജാവിധി കർമ്മങ്ങളും. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ക്ഷത്രിയാസ് ആണ്. ബ്രാഹ്മണർ കഴിഞ്ഞാൽ അടുത്ത അധികാരം ആർക്കാണുള്ളത്? ക്ഷത്രിയന്മാർക്കാണ്. അവര് യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തത് വൈശ്യര്, കച്ചവടക്കാരും കരകൗശല പണിക്കാരും. നാലാമത്തത് ശൂദ്രർ. ശൂദ്രർ എന്ന് പറയുമ്പോൾ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളാണ്, അടിമത്ത ആ പണി ചെയ്തിട്ടുള്ളവരാണ് ശൂദ്രർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ട്രാറ്റിഫിക്കേഷൻ നമ്മളുടെ സമൂഹത്തിൽ നിലനിന്നിട്ടുണ്ട്. നാലാമത്തത് ക്ലാസ്, മുതലാളി വർഗവും തൊഴിലാളി വർഗവും. അതൊരു എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ്. പണമില്ല ആളുകൾ ഒരു വിഭാഗത്തിലും, പണമില്ലാത്ത ആളുകൾ മറ്റൊരു വിഭാഗത്തിലും. ഇനി എസ്റ്റേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരുപാട് കാലം മുമ്പേ, അതായത് മധ്യകാലഘട്ടത്തിലൊക്കെ ഫ്രാൻസിൽ നിലനിന്നിട്ടുള്ള ഒരു സ്ട്രാറ്റിഫിക്കേഷൻ, ശ്രേണീകരണമായിരുന്നു എന്ത്? എസ്റ്റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എസ്റ്റേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എസ്റ്റേറ്റ് ഉണ്ട്, സെക്കൻഡ് എസ്റ്റേറ്റ് ഉണ്ട്, തേർഡ് എസ്റ്റേറ്റ് ഉണ്ട്. ഈ ഫസ്റ്റ് എസ്റ്റേറ്റിൽ ആരായിരുന്നു? പുരോഹിതന്മാര്. സെക്കൻഡ് എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാര്, തേർഡ് എസ്റ്റേറ്റിൽ കോമൺ പീപ്പിൾ. അപ്പം ഇങ്ങനെയുള്ള ചില വർഗീകരണങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പം ഏകദേശം എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ
സ്ലേവറി എന്താണ്, കാസ്റ്റ് എന്താണ്, ക്ലാസ് എന്താണ്, എസ്റ്റേറ്റ് സിസ്റ്റം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് സ്റ്റേറ്റസ് ആൻഡ് റോൾ ആണ്. സ്റ്റേറ്റസ് എന്ന് പറയുമ്പോൾ അല്ലെ പദവി, അതായത് ഒരു വ്യക്തിക്ക് സമൂഹത്തിലുള്ള പൊസിഷനെയാണ് നമ്മൾ പദവി എന്ന് പറയുന്നത് അല്ലെ. സ്റ്റേറ്റസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്, അച്ചീവ്ഡ് സ്റ്റാറ്റസ്. അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ നമുക്ക് ജന്മനാ ലഭിക്കുന്ന ചില പദവികളുണ്ട്, അതിനെയാണ് നമ്മൾ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പം ഒരു വലിയൊരു ഫാമിലി, അതായത് സാമ്പത്തികമായിട്ട് വലിയൊരു ഫാമിലിയിലാണ് എന്നുള്ളത് അത് നമ്മളുടെ സ്റ്റാറ്റസ് ആണ്, അത് നമുക്ക് ജന്മനാ ലഭിക്കുന്ന ഒരു സ്റ്റാറ്റസ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ഒരു ഉയർന്ന കാസ്റ്റിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ജന്മനാ ലഭിക്കുന്ന ഒരു പൊസിഷനാണ് അല്ലെ, ആ ഒരു കാസ്റ്റിലെ പൊസിഷൻ. അപ്പൊ അതെന്താണ്? അസ്ക്രൈബ്ഡ് ആണ്, നമുക്ക് ജന്മനാ ലഭിക്കുന്നതാണ്. ഇനി അച്ചീവ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നേടിയെടുക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പം ജന്മനാ നമ്മളിപ്പം ഞാനിപ്പം താഴ്ന്നൊരു കാസ്റ്റിലാണ് എന്ന് വിചാരിക്കുക, പക്ഷെ ഞാൻ എൻ്റെ പഠനം യൂസ് ചെയ്തുകൊണ്ട് ഞാൻ സമൂഹത്തിൽ വലിയൊരു ആളായി, ഞാൻ വലിയൊരു ബ്യൂറോക്രാറ്റായി, അല്ലെങ്കിൽ ഞാൻ വലിയൊരു പൊളിറ്റീഷ്യനായി. അപ്പൊ അതെന്താണ്? അത് ഞാൻ നേടിയെടുക്കുന്ന ഒരു പദവിയാണ്. അപ്പൊ എന്താണ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഒരു വ്യക്തിക്കുള്ള സ്ഥാനം. അതിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് റോൾ. റോൾ എന്ന് പറഞ്ഞാൽ ചുമതല. എന്താണ് ചുമതല? സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ ഉള്ള നമ്മളുടെ പെരുമാറ്റ രീതിയാണ് നമ്മൾ റോൾ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ അവിടെ ടീച്ചറാണ്. ടീച്ചർ എന്ന് പറയുന്നത് എൻ്റെ റോളാണ്, ഞാൻ വഹിക്കുന്ന ഒരു ചുമതലയാണ്. അതേപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും, അപ്പൊ അവർക്ക് ഞാൻ ആരാണ്? മകളാണ്. അപ്പൊ മകൾ എന്ന് പറയുന്ന ഒരു റോള് ഞാൻ അവിടെ ചെയ്യുന്നു. എൻ്റെ സിബ്ലിങ്സ് വരുമ്പോൾ ഞാൻ അവർക്ക് സിസ്റ്ററാണ്, അപ്പൊ സിസ്റ്റർ എന്ന് പറയുന്ന റോള് ഞാൻ അവിടെ ചെയ്യുന്നു. അപ്പൊ റോള് നമ്മളുടെ സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള പെരുമാറ്റ രീതിയാണ് നമ്മൾ റോൾ എന്ന് പറയുന്നത്, ചുമതല എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഇസ് റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ്. എന്താണ് റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ? അതായത് ഇപ്പോൾ റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഫിക്സിംഗ് എ പെർട്ടിക്കുലർ റോൾ ഫോർ എ പെർട്ടിക്കുലർ പേഴ്സൺ. അതായത് നമ്മൾ ഒരു പെർട്ടിക്കുലർ വിഭാഗത്തിന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു റോളാണ് നമ്മൾ എന്ത് പറയുന്നത്? റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു ആദ്യ കാലഘട്ടത്തിൽ ഇപ്പം അതായത് പ്രിമിറ്റീവ് സൊസൈറ്റിയിൽ ഈ ഒരു ആണും പെണ്ണും ഒരുമിച്ചാണ് നായാടിയിരുന്നത്. പക്ഷെ പിന്നീട് ആ ഒരു തീ വന്നതോടുകൂടി, തീയിന്റെ ആ ഒരു കണ്ടുപിടുത്തത്തോട് കൂടിയിട്ട് എന്തായി, ഒരു സ്ഥലത്ത് അവര് ജസ്റ്റ് തീ കൂട്ടിയിട്ട് അവര് മാംസമൊക്കെ വേവിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അല്ലെ. അപ്പം അത് ക്രമേണ എന്തായി മാറി? ആ ഒരു സ്ഥലത്ത് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാർ കൊണ്ടുകൊടുക്കുന്ന, പുരുഷന്മാർ നായാടാൻ പോയി അവർ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഈ ഒരു വേവിക്കുക എന്നുള്ള പ്രോസസ്സിലേക്ക് ആര് മാറി? സ്ത്രീയും മാറി. അപ്പൊ അതാണിത്, സ്ത്രീക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു റോള് അവിടെ കൊടുത്തു അല്ലെ. അതേപോലെ തന്നെ ആണുങ്ങൾ മറ്റൊരു റോളിലേക്ക് ഇവിടെ പോയി. അതിനെയാണ് നമ്മൾ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ് ഒരു പെർട്ടിക്കുലർ വിഭാഗത്തിന് നമ്മൾ ഏൽപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് സ്റ്റാറ്റസ് ആൻഡ് റോളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്തത് സോഷ്യൽ കൺട്രോൾ. സോഷ്യൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ്? സാമൂഹിക നിയന്ത്രണം അല്ലെ. അപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ സാമൂഹ്യ നിയന്ത്രണം അത്യാവശ്യമാണ്. നേരത്തെ പറഞ്ഞു, സംഘർഷങ്ങൾ ഉണ്ടാവുന്നുണ്ട്, യുദ്ധങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ഈ സമയത്തൊക്കെ സാമൂഹ്യ നിയന്ത്രണം നമുക്ക് ആവശ്യമാണ്. രണ്ട് തരത്തിൽ നമ്മളെ സാമൂഹ്യ നിയന്ത്രണം ഏർപ്പെടുത്താം. ഫോർമൽ സോഷ്യൽ കൺട്രോളും ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളും അല്ലെ. ഫോർമൽ സോഷ്യൽ കൺട്രോളിന് ഉദാഹരണമാണ് ഇപ്പോൾ നമ്മളുടെ സൊസൈറ്റിയിലുള്ള നിയമങ്ങള്, പോലീസ് സ്റ്റേഷൻസ്, കോടതികള്. ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്? ഫോർമൽ സോഷ്യൽ കൺട്രോൾസിന് ഉദാഹരണമാണ്. അത് വ്യക്തികളെ നിയന്ത്രിക്കാൻ, വ്യക്തികളുടെ അമിതമായിട്ടുള്ള ആ ഒരു സ്വഭാവത്തെ, അതായത്
ഇപ്പൊ അടികൂടുക, നമ്മൾ പറയാറില്ലേ അവിടെ ഇങ്ങനത്തെ കലാപം ഉണ്ടായി, അപ്പൊ അതിനെയൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഫോർമൽ ഔപചാരികമായിട്ടുള്ള സാമൂഹ്യ നിയന്ത്രണ ഏജൻസികളാണ് ഏതൊക്കെ? പോലീസ് സ്റ്റേഷനും നിയമങ്ങളും കോടതികളും എല്ലാം. ഇനി ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുമ്പം ഒരു വ്യക്തിയെ ഇപ്പം നമ്മൾ പറയില്ലേ, നമ്മള് ഫാമിലിയിൽ നിന്നാണ് എല്ലാം പഠിക്കുന്നത് അല്ലെ, നല്ല പെരുമാറ്റം നല്ല കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഫാമിലിയിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പം നമ്മളുടെ ഫാമിലി ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളിന് ഉദാഹരണമാണ് നമ്മളുടെ ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലിയിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്കിൽ പോലും ഒരു വ്യക്തിയെ നല്ല വ്യക്തിയാക്കുന്നതിൽ ഫാമിലി വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട് അല്ലെ. അപ്പം ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഫാമിലി, അതേപോലെ തന്നെ കിൻഷിപ്പ്, കാസ്റ്റ്, ഇവയൊക്കെ ഒരു വ്യക്തിയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്നോട് പറയാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട്. ഈ ക്ലാസും കാസ്റ്റും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്താണ് എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട് കാസ്റ്റും ക്ലാസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. കാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേസ്ഡ് ഓൺ ബർത്ത് ആൻഡ് ദ കൺസെപ്റ്റ് ഓഫ് പ്യൂരിറ്റി ആൻഡ് ഇംപ്യൂരിറ്റി എന്നാണ് പറയുന്നത്. അതായത് ക്ലാസും കാസ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. കാസ്റ്റ്, പ്യൂരിറ്റി, ഇംപ്യൂരിറ്റി എന്ന് പറയുന്ന ആ ഒരു വിശ്വാസത്തിൽ നിന്നാണ് കാസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ ക്ലാസ് ആണെങ്കിലോ ലൈക്ക് ബേസ്ഡ് ഓൺ ഇൻകം, അതായത് പണം ലൈക്ക് ഇപ്പം പണം ഉള്ള ആളുകൾ വലിയൊരു വിഭാഗം, പണമില്ലാത്ത ആളുകൾ ആ ഒരു ചെറിയൊരു വിഭാഗം. ഇനി കാസ്റ്റിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അസ്ക്രൈബ്ഡ് ആണ്. കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ജന്മനാ ലഭിക്കുന്ന ഒന്നാണ് എന്നാണ്. പക്ഷെ ക്ലാസ്സിൽ ഇപ്പം ഞാനിപ്പം മുതലാളിയാണെങ്കിൽ ചിലപ്പം എനിക്ക് പിന്നീട് കുറെ കാലങ്ങൾ കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ തൊഴിലാളി ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ മുതലാളിമാരായിട്ട് വരും. അപ്പം ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? അച്ചീവ്ഡ് ആണ്. കാസ്റ്റ് ഇൻഹെറിറ്റഡ് ആണ്. ഇൻഹെറിറ്റഡ് എന്ന് പറയുമ്പോൾ പാരമ്പര്യം. ഇനി ക്ലാസ് ആണെങ്കിൽ നോട്ട് ഇൻഹെറിറ്റഡ്. അപ്രൂവ്ഡ് ബൈ റിലീജിയൻ. കാസ്റ്റ് എന്ന് പറയുന്നത് റിലീജിയന്റെ ഒരു ഭാഗമാണ്. റിലീജിയൻ ലൈക്ക് ക്ലാസ് എന്ന് പറയുന്നത് ലൈക്ക് ഒരു റിലീജിയന്റെയും അതേപോലെ തന്നെ ഒരു ലോയിന്റെയും ഭാഗമല്ല. ഇന്ന ആള് മാത്രമേ ഒരു മുതലാളി ആവാൻ പറ്റൂ, ഇന്ന ആള് മാത്രമേ തൊഴിലാളികളാവാൻ പറ്റൂ എന്നുള്ള ആ ഒരു കൺസെപ്റ്റും നമ്മുടെ ക്ലാസ്സിൽ ഇല്ല. ഓക്കെ, ഇനി നമ്മൾ ആദ്യം പറഞ്ഞു കാസ്റ്റ് എന്ന് പറയുന്നത് ഫൗണ്ട് എക്സ്ക്ലൂസീവ്ലി ഇൻ ഇന്ത്യ ആണ്. ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് എന്ത്? കാസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ക്ലാസ് അങ്ങനെയല്ല, ലോകത്തിലെ എല്ലായിടത്തും ക്ലാസ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം കണ്ടുവരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം.